ഹലോ വ്യൂവേഴ്സ്, കേസൈക്ലോപീഡിയയുടെ പുതിയൊരു എപ്പിസോഡോട് ഇവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി സംഭവമാണ്. കാനഡയിലെ ആദ്യത്തെ തലമുടി വെട്ടലാണ് ഇന്നത്തെ കോണ്ടന്റ് കേട്ടോ. അപ്പോൾ നിങ്ങളറിയാലോ, ഞാൻ പൊതുവേ എങ്ങനെ തലമുടി കാര്യമായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തലമുടി കുറച്ച് വളരുമ്പോൾ തന്നെ എനിക്കതങ്ങ് വെട്ടിക്കോളാൻ എന്തെന്നില്ലാത്ത തുറയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ലല്ലോ. ഒന്ന്, ഇവിടെ എങ്ങനെയാണ് തലമുടി വെട്ടുന്ന സെറ്റപ്പും പരിപാടിയൊന്നും നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ പോയി വെട്ടുക, ഒറ്റ വെട്ട്, ഒരു അതായത് വെട്ടാൻ പോകുന്നു, വെട്ടുന്നു, വരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തലമുടി എന്താ പറയുക, കൂടുതൽ തലമുടി ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ, സ്റ്റൈലിന് വേറെ, അങ്ങനെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. അപ്പോൾ എനിക്കൊരു ധാരണയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ മലയാളിയുടെ തനി മലയാളി സ്വഭാവം കാണിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഞാനിവിടെ ഇരുന്നൊരു 5 കടയിൽ വിളിച്ചു, നീ ഏറ്റവും വില പറഞ്ഞു എവിടെ കിട്ടുമെന്ന് നോക്കിയിട്ട് അവിടെ പോകാൻ. അപ്പം നമുക്കിപ്പോൾ പാർട്ട് ടൈം ജോലിയൊന്നും ആയിട്ടില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി സ്ട്രഗിളാണല്ലോ. കുഴപ്പമില്ല, ഇതൊക്കെ ഇനിഷ്യൽ ഡേയ്സിൽ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്ട്രഗിളിലൂടെ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരിടത്ത് വിളിച്ചിട്ടുണ്ട്. അവിടെ $15 റെഗുലർ കട്ടാണെങ്കിൽ $15 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആകെ 5 തലമുടിയേ ഉള്ളൂ. അപ്പോൾ അതിൽ പിന്നെ റെഗുലർ കട്ടിന് മുകളിൽ വേറെ സ്കോപ്പൊന്നുമില്ല. അപ്പോൾ അത് സെറ്റാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് കാര്യം ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് പോകേണ്ടത്, ഞാൻ ഈ ചെവിയിലൊരു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഈ ഗൂഗിൾ മാപ്പ്, കാരണം വേറെ നിവൃത്തിയില്ല. എനിക്കിപ്പോൾ 18 മിനിറ്റ് 4.8 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സാധനം ചെവിയിൽ വെച്ചിരുന്നാൽ ഇത് എനിക്ക് ഓരോ പ്രാവശ്യം നിർത്തി ഫോൺ എടുത്ത് നോക്കാതെ ഓടിക്കാൻ പറ്റുമല്ലോ. അഗെയിൻ ഞാൻ റൈറ്റ് സൈഡിലൂടെയാണ് പോകുന്നത്. ഇത് റൈറ്റ് ചെവിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ലെഫ്റ്റ് ചെവി ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സ്ട്രാവ് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ പോകും. 5 മണി വരെ കടയുള്ളൂ. നമുക്കൊരു അരമണിക്കൂറോടെ യാത്രയുണ്ട്. പുതിയ റോഡാണോന്നൊരു പിടിയില്ല. പോകുന്ന വഴിക്ക് ഞാൻ ഓരോ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇത് ഡീൻ പാർക്ക് റോഡിലോട്ടാണ് പോകുന്നത്. ഡീൻ പാർക്ക് ആരും പറക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ നമ്മുടെ കോളേജൊക്കെ വിട്ട് വരുന്ന വഴിയാണ് ഇതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇവിടെ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം വളരെ ലീഗലൈസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമുക്കൊരു മണം കിട്ടും. അപ്പോൾ നമ്മളിതൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും എനിക്കിതിൻ്റെ മണം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്താണോ ഈ ഒരു മണം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ കുറച്ച് ആഫ്രിക്കൻസ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ പറയാമോ എന്നറിയില്ല കേട്ടോ. അവരവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരെന്തോ പോയിക്കുന്നുണ്ടായിരുന്നു. സംഗതി ഇതാണ്. എന്ത് പറയാം, ലീഗലൈസ്ഡ് ആണല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ ലീഗലൈസ്ഡ് അല്ലാതെ ആൾക്കാർ ഒളിച്ചും പാത്തൊക്കെ ചെയ്യുന്നത് ഇവിടെ ലീഗലൈസ്ഡ് ആയതുകൊണ്ട് ആൾക്കാർ പബ്ലിക്കായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഡീൻ പാർക്ക് നമ്മുടെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റോജ് റിവർ അത് അങ്ങോട്ടാണ്. അതായത് ഞാൻ കോളേജൊക്കെ വിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അപ്പുറത്ത് സൈക്കിൾ പാത്തുണ്ട്. ഞാൻ ഇനിയിപ്പോൾ സൈക്കിൾ പാത്തിലൂടെ അങ്ങോട്ട് ചെല്ലട്ടെ. സ്കാർബറോ റെയിൽ പാത്ത് റിക്രിയേഷണൽ ട്രെയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രെയിൽ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിനിലൂടെ ചോട്ടെ. അപ്പോൾ 1-2 കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ആക്ച്വലി നല്ല ചൂടാണ് കേട്ടോ. രാത്രി ചിലരൊക്കെ ഈ ഫാനിട്ട് കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഭയങ്കര തണുപ്പ് പ്രതീക്ഷയാണല്ലോ വന്നത്. അപ്പോൾ ഇതിപ്പോൾ സമയം നല്ലതാണ്, സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പുണ്ട്. അതുകൊണ്ട് നല്ലൊരു തണുപ്പല്ല എന്ന് വെച്ചാൽ നല്ല വെതറാണ്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു കാര്യത്തിൽ നൈസാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 4 മാസം എല്ലാവരും കാര്യമായിട്ട് സൈക്കിളൊക്കെ ചോട്ടാൻ പറ്റും. ആ 4 മാസം കഴിയുമ്പോൾ പിന്നെ കളി മാറും. അയ്യോ, ദാണ്ടല്ലോ 2ാം കുഞ്ഞ് ചാടിപ്പോയി. അയ്യോ, 2ാം കുഞ്ഞ് റോഡ് ക്രോസ് ചെയ്യായിരുന്നു ഗൈസ്. ഇതിൻ്റെ അകത്തോട്ടൊരു കുഞ്ഞെണ്ണാൻ കയറി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ട്രെയിൽ ആക്ച്വലി നിങ്ങൾ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ഈ ട്രെയിലിലൂടെ തന്നെയാണ് ഞാൻ പോയത്. അപ്പോൾ ഈ ട്രെയിൽ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം അറിയാം. 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത വളവുള്ളത്. നോക്കട്ടെ, എന്തായാലും ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. അങ്ങനെ ഗൈസ്, ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ താമസിച്ചിരുന്ന ആ വീടിൻ്റെയൊക്കെ ആ പരിസരമാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ ഇതിന് മുന്നേ വന്നിട്ടുമുണ്ട്. ഇവിടെ ഒരു ഷോപ്പേഴ്സും നോഫ്രൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു നൈസ് സ്ഥലം. ഒരു പോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അളിയനെ പൂട്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ അകത്താണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കട്ടെ. അങ്ങനെ അളിയനെ ഞാനിവിടെ സേഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പോവേണ്ടത് എലീറ്റ് ഹെയർ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഷോപ്പിലോട്ടാണ്. അതിതിൻ്റെ അകത്തായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിലൂടെ എത്തി എന്നും കാണിക്കുന്നുണ്ട്. ഇതുപോലെ സ്വന്തമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അവരും തുറന്നു വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ കോമഡി എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് കൂടുതൽ പൈസ വല്ലതും ചോദിച്ചു കഴിഞ്ഞപ്പോൾ എടുക്കും. പൈസ ഉണ്ട്,
എന്നാലും നമ്മൾ അവിടെ കുറച്ചുകൂടെ ലാഭത്തിൽ കിട്ടുന്നൊരു കട ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ എൻജോയ് ഹെയർ കട്ട് $15. അവിടെ $15 ഉണ്ടോ എഴുതി വെച്ചാണ്. നമ്മൾ അവിടെ നിന്ന് കയറി നോക്കിയാലോ? ഓക്കെ, അവിടെ ഒരു $15 ഹെയർ കട്ട് എഴുതി വെച്ചിട്ടുണ്ടേ. ഞാൻ അങ്ങോട്ടൊന്ന് കയറി നോക്കട്ടെ. എഴുതി വെച്ചിരുന്നാണ്, നോക്കട്ടെ. അങ്ങനെ എൻ്റെ കാനഡയിൽ ആദ്യത്തെ മുടിവെട്ട് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. $16, $2 ടിപ്പ്. നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ $2 മുടി വെട്ടായിരുന്നു. ഇവിടെ $2 ടിപ്പ്. ഞാൻ ഇൻട്രസ്റ്റിംഗ്ലി ഈ വെട്ടിയ ആൾ കത്രിക എന്ന് പറയുന്ന സാധനം കൈകൊണ്ട് വിട്ടിട്ടില്ല. പുള്ളിയുടെ കയ്യിൽ മറ്റേ സാധനമുണ്ട്, എന്താ നമ്മുടെ മറ്റേ ട്രിമ്മറല്ലേ, പലതരം ട്രിമ്മേഴ്സ് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്നെ ഞാൻ തന്നെ കണ്ട് ഇത് ഞാനാണോ ഗൈസ്, കുഴപ്പമില്ല, നോട്ട് ബാഡ്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ മുതൽ കുളിക്കാതിരുന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ പുള്ളി കത്രിക യൂസ് ചെയ്തിട്ടില്ല, ഫുൾ ട്രിമ്മർ വെച്ചിട്ടുള്ള പിടിയാണ്. ട്രിമ്മർ വെച്ച് സൈഡ് ആദ്യം അങ്ങ് മൊത്തം എടുക്കും. പിന്നെ എനിക്ക് അധികം കാര്യമായിട്ട് മുടി ഉണ്ടായില്ലല്ലോ. അപ്പോൾ ആദ്യം അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പുള്ളി നേരെ മറ്റേ പരിപാടിയിലോട്ട് പോകും. ചീപ്പും നമ്മൾ സാധാരണ കത്രിക വെച്ചല്ലേ മുപ്പിട്ടാറ്. ഇത് പുള്ളി ചീപ്പ് എടുത്ത് വെച്ചിട്ട് ചീപ്പിൻ്റെ പുറത്തുകൂടെ ട്രിമ്മർ വെച്ച് തന്നെ വീണ്ടും കട്ട് ചെയ്തു. അങ്ങനെ $18 മുടി മുറിക്കൽ ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ് ഗോയ്സ്. അങ്ങനെ എന്തായാലും ഇനി കുറേ നാളത്തേക്ക് മുടിയിട്ടേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ സൈഡൊക്കെ നല്ല പറ്റ വെട്ടിയിട്ടുണ്ട്. നമ്മൾ പണ്ട് ഈ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് വെട്ടി റെഡിയാക്കില്ല, അതുപോലെ കേട്ടോ. ഇതിവിടുത്തെ ഒരു പ്രധാന വിനോദമാണ്. എല്ലാ ഫ്രീക്കന്മാരാണ് കേട്ടോ. അവർ ഈ എന്താ യൂണിസൈക്കിളെന്ന് എന്താണ് ഇതിന് പറയുക, അവന്മാർ പൊളിച്ചടുക്കുക. അപ്പോൾ അതാണ് പരിപാടി. ഇന്നിനി വേറെ പരിപാടി ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് വല്ല നല്ല കാഴ്ചകളുണ്ടെങ്കിൽ കാണിച്ചില്ല. അനഗൈൻ വീട്ടിൽ പോകുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്നത് വേറൊരു വഴിയാണ്. അനഗൈൻ ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് വീട്ടിൽ പോകാൻ പോവാണ്. വീട് എത്തുമോ എന്നുള്ളത് അവിടെ എത്തി നോക്കാം. അങ്ങനെ ഗൈസ് നല്ല രസമുള്ള ഒരു റോഡിലൂടെ ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇത് ഞാൻ സ്വന്തമായി പോകുന്നതാണ് കേട്ടോ. ശരിക്കും ഗൂഗിൾ മാപ്പൊന്നുമില്ല. അതെ ചെവിയിൽ കണ്ടോ, ആ സാധനമൊന്നുമില്ല. ശരിക്കും ഞാൻ സ്വന്തമായി പോകുന്ന റോഡാണ്. അതുകൊണ്ട് ഈ റോഡിൽ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. ഇതെനിക്കൊന്ന് മോർണിംഗ് സൈഡ് അവന്യൂ ചെന്ന് കയറുമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ ഒരു 3 സ്റ്റോപ്പിൽ നമ്മുടെ വീടെത്തും. അത് ലാർജ്ലി ഇറക്കമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈയിടാ ഒരു മുയൽ ചാടിപ്പോണു. ചുമ്മാ മുയൽ മലയണ്ണാൻ ഇമാതിരി സാധനങ്ങളൊക്കെ റോഡിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ അങ്ങനെ രസകരമായ റൈഡ്. ഇപ്പോൾ എത്ര മണിയായി? 4:45. ചെറിയ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. മറ്റേത് ഭയങ്കര ചൂടാട്ടോ. പിന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു ചെസ്റ്റ് ബെൽറ്റ് വാങ്ങിച്ചാലോ എന്ന്. അപ്പോൾ ഇതായത് ഇങ്ങനെ വെച്ച് അങ്ങ് ഓടിക്കാമല്ലോ. അപ്പോൾ പൈസ ഇല്ല, അത് തന്നെയാണ് സംഭവം. ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ ഒന്ന് സെറ്റപ്പായിട്ട് പതുക്കെ ഓരോ പരിപാടികളായിട്ട് തുടങ്ങണം. എല്ലാത്തിനും സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇനി മുന്നോട്ട് പോട്ടെ. കണ്ടോ ഗൈസ്, ഞാൻ വളരെ കറക്റ്റായിരുന്നു. ദേ കണ്ട എൻ്റെ അടയാളം ഇരിക്കുന്നുണ്ട്, ടൊറൻറ്റോ. ആ വാട്ടർ ടാങ്ക് തോന്നുന്നു കേട്ടോ, അതാണ് എൻ്റെ അടയാളം. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതായത് മോർണിംഗ് സൈഡ് ഷെപ്പേർഡ് അവന്യൂ ഈസ്റ്റ് ഇൻ്റർസെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ആ റോഡിലോട്ട് നമുക്ക് സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഇനി ഒന്നും പിടിക്കല്ല, സൈക്കിൾ ട്രാക്ക് പിടിക്കുന്നു, അടിച്ചു വിടുന്നു വീട്ടിലോട്ട്, ബാക്കി മുന്നോട്ട് പോയിട്ട്. അങ്ങനെ ഗൈസ് വീണ്ടും ഡീൻ പാർക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഗേറ്റിനോ ഹൈഡ്രോ കോറിഡോർ ട്രെയിൽ ആണ് കാണുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകുന്നതാണ് പരിപാടി. എൻ്റെ ഈ കോലം കാണുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ എന്ത് പറയുമോ ആവോ, കുറച്ച് കൂടി പോയില്ലേ എന്നവർക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പോയി നോക്കാം കേട്ടോ, അവരെന്താ പറയണത് നോക്കാൻ. ഞാൻ നേരത്തെ ഒരു കഞ്ചാവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ടീം ഇപ്പോഴും നിൽപ്പുണ്ട്. ഇവരുടെ കഞ്ചാവ് കച്ചവടം തന്നെ നടത്തുന്നുണ്ടോയെന്ന് അറിയില്ല. അമ്മാതിരി സ്മെല്ല്, ഒരു കാര്യമായിട്ട് പുകച്ച തള്ളു കാണാൻ തോന്നുന്നു. അത് കഴിഞ്ഞു. ഈ ഏരിയയിൽ നമ്മുടെ റൂമിൽ കുറച്ച് പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് സൂക്ഷിച്ച് വരാൻ പറയണം. ഈ ഏരിയ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നവരുടെ കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇതിന് മുന്നേ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നാണ് ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ അന്ന് കുട്ടികളോടൊന്ന് പറഞ്ഞേക്കാം. അവർക്കൊരു FII കൊടുക്കുന്നത് നല്ലതല്ലേ. നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വീടെത്താം. കുറച്ച് കടുത്ത് പോയിട്ടാ എൻ്റെ അമ്മേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ റൂം എത്തി ഗൈസ്. ഇതാണ് എൻ്റെ റൂം. ഞാനിപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഓർഗനൈസ്ഡ് ആയി. കണ്ടോ, ഇതൊരു ബാച്ചിലർ താമസിക്കുന്ന റൂം എന്ന് തോന്നുന്നു. ഇതെൻ്റെ വെയ്റ്റ്സ് പുഷപ്പ് എടുക്കാനുള്ള സാധനം. ഇതൊരു യോഗ മാറ്റല്ല, ഒരു ക്യാമ്പിംഗ് മാറ്റാണ്. ഇതെൻ്റെ ബെഡ്, ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. ഈ ടേബിൾ മേടിക്കാൻ ഞങ്ങൾ പോയിരുന്നു കേട്ടോ. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കഥയായിരുന്നു. ഈ ടേബിൾ
ഈ കസേരയും കൂടെ എനിക്ക് $30 കിട്ടി. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു അഡീഷണൽ കസേരയും കൂടെ ഉണ്ടാകും. ഞാൻ താഴെ ഇട്ടേക്കുക. ബേസിക്കലി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഇവിടുത്തെ വ്യൂ. അടിപൊളിയല്ലേ? ഈ വ്യൂ കണ്ടുകൊണ്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. എവിടെയാണ് പണിയെടുക്കുന്നത്? ഇതെൻ്റെ ഒഫീഷ്യൽ ലാപ്ടോപ്പ്, ഇതെൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പ്, ഇതെൻ്റെ അല്ലറ ചില്ലറ സാധനങ്ങൾ, ഇതിൻ്റെ സ്നേക്സ് വിശക്കുമ്പം കഴിക്കാനായിട്ട്. ഞാനിതുപോലെ ഇത് മേടിക്കാൻ പോയിട്ടാ. അതായത് ഞാനും ഇവിടെ നിന്ന് ജോയും കൂടെ ഈ മാർക്കറ്റ് പ്ലേസിൽ കണ്ടിട്ട് ഒരു മേശ മേടിക്കാനായിട്ട് പോയി. $25 എന്ന് പറഞ്ഞു. അത്യാവശ്യം കൊള്ളാം, നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സാധനം വയ്ക്കാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു ബാഗ് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. വേറെ പരിപാടിയൊന്നുമില്ല, അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു സാധനം. ഇത് മേടിച്ചുകൊണ്ട് ഇതിനെ എടുത്ത് ജോയുടെ കാറിലോട്ട് വെച്ചപ്പോഴത്തേക്ക് ഇതിന് ഓപ്പോസിറ്റ് ഉള്ളൊരു വീട്ടിൽ നിന്ന് ഒരാൾ, ഹേ ഹാവ് യു കം ടു ബൈ ദിസ് ടേബിൾ? ഞാൻ യെസ്. യു വാണ്ട് എ ചെയർ? ഞാൻ എന്തോ. അപ്പോൾ പുള്ളി എന്നിട്ട് പുള്ളിയുടെ ഗരാജ് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഈ ചെയർ വേണം എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ചെയർ ഇത് ഇവിടത്തെയാണ് കേട്ടോ. ഈ ചെയർ അത്യാവശ്യം ഇരുന്ന് പണിയെടുക്കാൻ പറ്റുന്ന ചെയറാണ്. അപ്പം എന്നോട് പുള്ളി പറഞ്ഞു, അപ്പം എനിക്ക് എന്താണെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള വൃത്തി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് എനിക്കല്ലാതെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബാക്ക് പെയിനും പ്രശ്നമൊക്കെ. അപ്പം പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് എടുത്തോളൂ, ഉള്ളത് തന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ കൺഫ്യൂസ്ഡ് ആയി. ഉള്ളതെന്ന് പറയുമ്പോൾ പുള്ളി എന്താണ്, പുള്ളിയുടെ മൈൻഡിൽ എന്തെങ്കിലും നമ്പർ ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെ പറയരുത്, നിങ്ങൾ ഒരു നമ്പർ പറഞ്ഞാൽ എനിക്ക് പണി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, $5. ഞാൻ അപ്പോൾ തന്നെ കയ്യിൽ നിന്ന് ഒരു $5 എടുത്തെടുത്ത് അങ്ങനെ $30 ഒരു ഓഫീസ് സ്പേസ് സെറ്റപ്പായി. കേട്ടോ, ഇത് $30 കണ്ടാൽ പറയുമോ? അപ്പോൾ അടിപൊളിയായില്ലേ? അപ്പോൾ മൊത്തത്തിൽ റൂം അങ്ങ് ഓർഗനൈസ്ഡ് ആയി. കണ്ടോ, അല്ലേ? തുടച്ച് വൃത്തിയാക്കി. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് ഇത്രയും വെയിറ്റ് കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഇത് ഏതാണ്ട് 15 കിലോ അടുപ്പിച്ചേ ഉള്ളൂ. ഇത് പ്ലാസ്റ്റിക് സാധനമാണ്, മറ്റേ ഇരുമ്പല്ല. ഇനിയിപ്പോൾ ഇത് കുറച്ച് വർക്കൗട്ട്സ് തുടങ്ങണം. നമ്മൾ സ്ട്രെങ്ത്തും കൂടെ ബിൽഡ് ചെയ്യണമല്ലോ. കാരണം എനിക്ക് ഇവിടെ വരുന്നതിന് ഏതാണ്ട് ഒരു മാസം മുന്നേ എനിക്കൊരു അപ്പൻഡിസൈറ്റിസിൻ്റെ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജിമ്മെല്ലാം നിർത്തി സ്ട്രെങ്ത് ട്രെയിനിങ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പം കുറച്ചൊന്ന് ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം, കുറച്ച് റൈഡ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ 1-2 പേര് ഇപ്പോൾ 2-3 നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും ഇവിടെ സൈക്കിളൊക്കെ മേടിച്ച് ചവിട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ അവരുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ചവിട്ടിയൊക്കെ തുടങ്ങണം. അപ്പോൾ ഇനി സമയമായി, കുളിക്കാൻ സമയമായി. ഇതാണ് എൻ്റെ കുളിപ്പാട്ടുന്ന ബാഗ്. ഇതിൻ്റെ അകത്താണ് എൻ്റെ കുളിക്കുന്ന പല്ല് തേക്കുന്ന സാധനങ്ങളെല്ലാം ഉള്ളത്. ഇതൊക്കെ എനിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് ഒന്ന് മുടിയൊക്കെ ചെയ്ത് നോക്കട്ടെ, എത്രത്തോളം വൃത്തികളായിട്ടൊന്ന് അന്നേരം ഒന്ന് കണ്ടു നോക്കാം. വലിയ കുഴപ്പമില്ല കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ച അത്ര ബോറായിട്ടില്ല. ഇത് മതി ഇങ്ങനെ അങ്ങ് ഓടിയാൽ മതി. തലയിൽ കാര്യമായിട്ട് മുടിയൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും ഇന്നത്തെ തലമുടി വെട്ടൽ ചടങ്ങ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ ഏതാണ്ട് 6 മണി അടുപ്പിച്ചാവുന്നു. അപ്പോൾ കുറച്ച് ഹോംവർക്കും അസൈൻമെൻറ്റ് കുട്ടിക്ക് എഴുതാനുണ്ട്. കുട്ടി പോയി പഠിച്ച് രക്ഷപ്പെടട്ടെ. അപ്പോൾ ഇത്രയും കാണിക്കാൻ വന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ മിക്കവാറും നമ്മുടെ ഈ വീട്ടിലെ അന്തേവാസികളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഈ ഏരിയയിൽ ഇന്ന് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീട് കണ്ടോ, അവിടെയുള്ള ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അവർ ഞങ്ങളെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് സോഷ്യലായി വരുന്നുണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കും. വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.